വെറും 2 മിനിറ്റിൽ ഒരു തോരൻ സ്വപ്നങ്ങളിൽ മാത്രം കേട്ടോ. നമുക്കത് ഉള്ളി എടുത്തിട്ടുണ്ട്, മുട്ടക്കോസും അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്, ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് എണ്ണയാണ് കേട്ടോ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനൊക്കെ തന്നെ 2 തുള്ളി കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വറ്റൽമുളകാണ്, 2 വറ്റൽമുളക് പൊട്ടിച്ചത് എങ്ങനെ ഇട്ട് കൊടുക്കാം, ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കുക, അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതും കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്തിട്ട് ഉള്ളിയാണ്, ഉള്ളി ഇതായിട്ട് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക കേട്ടോ. ഇനി നമുക്കിത് ഇതിലേക്ക് അടുത്തിട്ട് മുട്ടക്കോസാണ്, അരിഞ്ഞ് വെച്ചേക്കുന്ന മുട്ടക്കോസ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അതിൻ്റെ നിറം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ഇളക്കി നമുക്കത് അങ്ങോട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്, തേങ്ങ അല്പം ചിരികി എടുത്തിട്ടുണ്ട്, ഒരു മുളക്, അതിനൊക്കെ തന്നെ ജീരകം കേട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ ചിരികി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതായിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മാത്രം മതി, അല്പം കേട്ടോ, ഒരു പിടി തേങ്ങ മതി. ഇനി നമുക്കത് മുളകും അതിനൊക്കെ തന്നെ നമുക്ക് ജീരകമാണ്, അതുകൂടെ നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഇതിലേക്ക് അല്പം നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, ഒരു അര സ്പൂൺ, ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തന്നെ ജാറും കൂടെ അടയ്ക്കുക, നേരെ മിക്സിയിലേക്ക് വെക്കുക, ഒരു ചെറിയ ഒരു അടി അങ്ങോട്ട് അടിച്ചിട്ട് അങ്ങനെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം അത് കഴിഞ്ഞ് ഇടിപ്പുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഒന്ന് വാടി വന്നു കേട്ടോ എല്ലാം. ഇനി നമുക്കത് ഇതിലേക്ക് നമ്മൾ ഈ അരപ്പാണ് കേട്ടോ, ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് അരച്ചാൽ മാത്രം മതി, ഓവറായിട്ട് അരയ്ക്കാൻ പാടില്ല. ഇനി നമുക്കത് അരപ്പ് ഇതിലേക്കൊന്ന് നെയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ്, എളുപ്പം കേട്ടോ, അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിനൊക്കെ തന്നെ ബാക്കിയുള്ള ഉപ്പ് കേട്ടോ, ഉപ്പ് ഒരു ചെറിയ സ്പൂണിൽ 1.5 സ്പൂൺ ഉപ്പ് ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. എല്ലാം കൂടെ അങ്ങോട്ട് ഉള്ളിയും അതിനൊക്കെ തന്നെ എല്ലാം നന്നായിട്ട് മസാലയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വേണം കേട്ടോ. നന്നായിട്ട് കൂടെ ഇളക്കി കൊടുക്കണം. നമുക്ക് കുറച്ച് നേരം അടച്ചു വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സംഭവം ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് സെറ്റാക്കിയാൽ അപ്പോൾ നമ്മളെ സംഭവം റെഡിയാണ്. ഏകദേശം ഒരു 5-6 മിനിറ്റ് മാത്രം നല്ല ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ നമ്മൾ സംഭവം ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ വീഡിയോസിനായിട്ട് തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ തീർച്ചയായിട്ടും ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്.